വന്ദേമാതരം ആലാപനത്തിൽ AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. കോൺഗ്രസിന് നാണക്കേടായി വന്ദേമാതരം മുഴുവനായി ആലപിച്ചു. മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും ഇടപെട്ടിട്ടും ആലാപനം നിർത്തിയില്ല. ആദ്യത്തെ 2 ഖണ്ഡികയ്ക്ക് ശേഷവും ആലാപനം തുടർന്ന് കണ്ടപ്പോൾ സോണിയാഗാന്ധി നിർത്താൻ ആവശ്യപ്പെട്ടു. ഖർഗെയും നീരസം പ്രകടിപ്പിച്ചു. എന്നിട്ടും ആലാപനം തുടരുകയായി. അതേസമയം വന്ദേമാതരം മുഴുവൻ ചൊല്ലിയതിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മുഴുവൻ ആലപിച്ചതിൽ പ്രശ്നമില്ല എന്നും വിവാദങ്ങളുടെ ആവശ്യമില്ല എന്നും ജയറാം രമേശ് പറയുകയാണ്. പ്രതികരണം ഒന്ന് കേൾക്കാം. किस संदर्भ में वो वंदे मातरम का निर्णय लिया गया है, पर आज कांग्रेस आज यहाँ इंदिरा भवन में पूरा वंदे मातरम गाया गया. इसमें कोई वाद विवाद का सवाल नहीं था. कोई रोकने का कोई प्रयास नहीं था, क्योंकि लंबे समय से कांग्रेस अध्यक्ष खड़े हुए थे. सोनिया जी कह रही थी उनके लिए कुर्सी लाके रख दो. നോബൽ മാരിക്കാരനും പിയാസുലും വിവരങ്ങളുമായി ആദ്യം നോബലിലേക്ക്. നോബൽ, എന്ത് പ്രതികരണമാണ് ഇപ്പോൾ ഈ ജയറാം രമേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? വളരെ വ്യക്തമാണ്, ഈ വന്ദേമാതരം നിർത്താത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനായി നോക്കുന്നുണ്ടായിരുന്നു. സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടും അവിടെ നിർത്തുന്നില്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് റെക്കോർഡറാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ആലപിക്കുകയായിരുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഈ സംഘാടനം നടത്തിയത്? സ്മൃതി, കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്യന്തം നാണക്കേടും ആണ് എന്ന് വേണം പറയാൻ. കാരണം വന്ദേമാതരത്തിനെതിരെ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. വലിയ തരത്തിൽ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ദേശീയ ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവൻ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. സോണിയാഗാന്ധിയുടെ മുഖത്ത് കൃത്യമായി തന്നെ നീരസം നമുക്ക് കാണാൻ കഴിയുന്നത്. സോണിയാഗാന്ധി ഇടപെടുന്നുണ്ട്, സ്റ്റോപ്പ് എന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും അതിന് ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യം ആശയവിനിമയം നടത്തുന്നു. അപ്പോഴേക്കും ഏറെക്കുറെ അതിനൊരു പകുതിയിൽ കൂടുതൽ വന്ദേമാതരം ആലപിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് അത് മുഴുവൻ ആലപിക്കുന്ന നിലപാടിലേക്ക് പോവുകയും മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ സോണിയാഗാന്ധിയെ അത്തരത്തിൽ സമാധാനിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്താണെങ്കിലും കോൺഗ്രസ് ആസ്ഥാനത്ത് നിലവിൽ സേവാദളാണ് ഇവിടെ നടക്കുന്ന ഈ പരിപാടി. ഈ സ്വാതന്ത്ര്യാഘോഷത്തിന് മുഴുവൻ ചുമതലയുമുള്ളത് സേവാദൾ പ്രവർത്തകരാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയതും മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കുകയും ചെയ്തത്. നമ്മൾ ആദ്യം കരുതിയത് റെക്കോർഡറാണ് എന്നാണ്. പക്ഷേ അതല്ല, അപ്പുറേ 4 പേർ ചേർന്ന് 2 പുരുഷന്മാരും 2 സ്ത്രീകളിൽ നിന്ന് ഇത് പാടുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവരുടെ പ്രതികരണം എടുക്കാൻ വന്നപ്പോഴേക്കും അവർ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ജയറാം രമേശ് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വ്യക്തമാണ്. അതൊരു തലിയുടൽ അല്ലെങ്കിൽ ഒരു തടിയുടൽ മാത്രമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതൊരു വലിയ വിവാദം ആക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. കോൺഗ്രസിന്റെ ഇന്നത്തെ പരിപാടിയിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഗീതമാണ്. അത്തരത്തിൽ പാർലമെന്റിൽ ഈ വിഷയം വലിയ തരത്തിൽ ചർച്ച ചെയ്താണ്. സോണിയാഗാന്ധിക്ക് ഇരിക്കാൻ ഒരു കസേര വേണം എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. അതായത് ഒരു കുറേ നേരമായി നിൽക്കുന്നു, അതുകൊണ്ട് ഒരു കസേര വേണമെന്നാണ് അതായത് വന്ദേമാതരം നിർത്തണമെന്നല്ല പറഞ്ഞത് എന്നാണ് ജയറാം രമേശ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നമ്മളോട് നൽകിയിരിക്കുന്നത്. സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. സ്റ്റോപ്പ് എന്ന് തന്നെ സോണിയാഗാന്ധി പറയുന്നു. ഖർഗെയോട് ആ പ്രതിഷേധം അറിയിക്കുന്നു. ഖർഗെയും അസ്വസ്ഥനാണ് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇങ്ങനെ ഒരു വിശദീകരണം കൊണ്ട് കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിൽ ജയറാം രമേശ് മാത്രമാണോ നിലവിൽ പ്രതികരിച്ചിട്ടുള്ളത്? നോബൽ, സ്മൃതി, കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന 2 നേതാക്കൾ, ഒന്ന് ജയറാം രമേശും മറ്റൊന്ന് പവൻ കേരയുമാണ്. ഈ 2 നേതാക്കളും ഇതിൽ വിവാദത്തിന്റെ ആവശ്യമില്ല. പവൻ കേര വ്യക്തമാക്കിയത് വന്ദേമാതരം കോൺഗ്രസിന്റെ ഗീതമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലാണ് ഈ ഗീതം ആദ്യമായി ആലപിക്കുന്നത്. കോൺഗ്രസിന്റെ ഗീതമാണ്, അതുകൊണ്ട് ഇതിലൊരു വിവാദത്തിന് അടിസ്ഥാനമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി തന്നെ സോണിയാഗാന്ധിയുടെ മുഖത്ത് അതൃപ്തി പുകയുന്നുണ്ട്. സോണിയാഗാന്ധി കൃത്യമായി തന്നെ കൈകൾ കൊണ്ട് കാണിക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ അതിൽ ഇടപെടുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇടപെടുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറെക്കുറെ പാടുന്ന സംഘം വന്ദേമാതരം പകുതിയോളം പാടിക്കഴിഞ്ഞിരുന്നു. നിലവിൽ ആദ്യത്തെ 2 ചരണങ്ങൾ പാടുക എന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം ഇക്കാര്യത്തിൽ എന്ത്. പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ടതാണെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് ഇന്ന് സ്വാതന്ത്ര്യത്തിൽ ഇത്തരത്തിൽ വലിയൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായി ഇപ്പോൾ സേവാദൾ പ്രവർത്തകർക്കായിരിക്കും ഇതിൻ്റെ ഒരു പഴി എന്തായാലും കേൾക്കാൻ പോകുന്നത്. കാരണം അവരാണ് ഇതിന്റെ സംഘാടകരും ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. പക്ഷേ ഇത്രയധികം ഒരു ജാഗ്രത കുറവ് ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്നത് അത്യന്തം രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. കാരണം BJP അടക്കമുള്ള കക്ഷികളൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വേട്ടയാടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും സോണിയാഗാന്ധിയാണ്
ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഇതിലൊരു വീഴ്ച ഉണ്ടായി എന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ഇടപെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത് മറ്റു നേതാക്കൾക്കൊന്നും ആദ്യഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായില്ല എന്നും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും സോണിയാഗാന്ധിയുടെ ഇടപെടലാണ് പിന്നെ ഈ കാര്യം കൃത്യമായി തന്നെ മറ്റുള്ള ആളുകളിലേക്ക് കൂടി സന്ദേശമായി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. സോണിയാഗാന്ധി അതിൽ അതൃപ്തി കൃത്യമായി തന്നെ പറയുന്നു. പക്ഷേ ജയറാം രമേശ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഈ ന്യായീകരണം അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കും എന്ന് നമ്മൾ കരുതാൻ വയ്യ. കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന നിലപാടാണ് സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ വന്ദേമാതരം എത്രത്തോളം വിവാദത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ദേശീയ ആസ്ഥാനത്ത് ഇങ്ങനെ ഒരു വന്ദേമാതരം മുഴുവനായി പാടിക്കൊണ്ടൊരു നടപടി ഉണ്ടായത് കോൺഗ്രസിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി, അത് ഉറപ്പായും കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുകയും കോൺഗ്രസ് ജയറാം രമേശിന്റെ പ്രതികരണത്തിന് വിരുദ്ധമായി സോണിയാഗാന്ധിയിൽ നിന്നോ രാഹുൽ ഗാന്ധിയിൽ നിന്നോ ഖർഗെയിൽ നിന്നോ പ്രതികരണം വരുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.